ഞാൻ ലാസ്റ്റ് വീക്ക് എൻ്റെ പേഷ്യൻസ് എടുക്കുന്ന ഡയറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ ആൾക്കാർ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തു, പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്തു, എങ്ങനെ ഡയറ്റ് എടുക്കണം, PCOD ആണെങ്കിൽ എങ്ങനെ ഡയറ്റ് എടുക്കണം, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഡയറ്റ് എടുക്കണം, പിന്നെ കുറച്ച് പേര് വെയിറ്റ് കൂട്ടണം, അതിന് വേണ്ടിയിട്ട് എന്ത് ഡയറ്റ് എടുക്കണം ചോദിച്ചു. പിന്നെ കുറേ ആൾക്കാർ ഞാൻ മെഡിറ്ററേനിയൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തു. ഇനിയും കുറച്ച് ആൾക്കാർ ഡോക്ടർ എന്തുകൊണ്ടാണ് തടി കുറയ്ക്കാത്തതെന്ന് ചോദിച്ചു. ഇതിനൊക്കെ കൂടെ ഒരു യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ബേസിക്കലി നമുക്കിപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഒന്ന് ഭക്ഷണ രീതികളും, രണ്ടാമത്തെ കാര്യം എക്സസൈസ്. പല പേരുകളിൽ ഈ ഡയറ്റ്സ് ഉണ്ടെങ്കിലും ബേസിക്കലി എല്ലാം ചെയ്യുന്നത് കാലോറി റെസ്ട്രിക്ഷനാണ്. അതായത് ഒന്നെങ്കിലും നമ്മൾ കഴിക്കണ സമയം കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രോട്ടീൻസ് കുറേ കഴിക്കണോ, കാർബ്സ് കുറവാക്കണോ, ഫാറ്റ്സ് കുറവാക്കണോ, ഷുഗേഴ്സ് കട്ട് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാലറീസ് കൂട്ടുക, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാലറീസ് കുറയ്ക്കുക. ബീങ് എ ഡോക്ടർ, നമ്മളൊരു ഡയറ്റ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ എത്ര ഷുഗർ നമ്മുടെ സ്പൈക്സ് വരുന്നുണ്ട്, എത്ര ഈ ഡയറ്റിൻ്റെ കാരണം നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഐ ഫീൽ ഏറ്റവും നല്ല ഡയറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കുന്ന ഡയറ്റാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് ഒരു ഈക്വലായിട്ട് ഒരു ഈക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറ്റാണ് ഏറ്റവും നല്ല ഡയറ്റ്. സോ വാട്ട് ഐ അഡ്വൈസ് മൈ പേഷ്യൻസ് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ്. അതായത് കുറച്ച് ഭക്ഷണം പല പ്രാവശ്യമായിട്ട് കഴിക്കുക. എവറി 2 to 3 hours നമ്മൾ ഭക്ഷണം കഴിക്കുക. ഈ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ കഴിക്കുന്നതിന് പകരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, മിഡ് മോർണിംഗ് ഒരു മീൽ കഴിക്കുക, ലഞ്ച് കഴിക്കുക, 3 o'clock കഴിക്കുക, പറ്റുമെങ്കിൽ 5 o'clock കഴിക്കുക, ആൻഡ് യൂട്ട് അറ്റ് 7. സോ ഇൻസ്റ്റെഡ് ഓഫ് 3 meals നമ്മളതിന് 6 meals ആക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ദോശ, സാമ്പാറാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എഗ് ആഡ് ചെയ്യുക. സോ പ്രോട്ടീൻസും ഉണ്ട്, കാർബ്സും ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വരുമല്ലോ അതിനകത്ത്. മിഡ് മീൽസ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ബദാം കഴിക്കാം, അല്ലെങ്കിൽ കാഷ്യൂസ് കഴിക്കാം, ഒരു ഫ്രൂട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് അതേപോലെ ഇപ്പോൾ ചോറ് കഴിക്കണതിൽ കുഴപ്പമില്ല, നമ്മൾ ക്വാണ്ടിറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക. ഒരു പോർഷൻ റൈസ് കഴിക്കുക, അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കുക, ഒരു പ്രോട്ടീൻ. ഇപ്പം നമുക്ക് പച്ചക്കറി മാത്രം കഴിക്കണവരാണെങ്കിൽ ചെറുപയർ, വൻപയർ അങ്ങനത്തെ കഴിക്കാം. 3 മണിക്ക് 5 മണിക്ക് ഇതേപോലെ ഒരു എഗ്ഗ് കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാം, നട്ട്സ് കഴിക്കാം. അതേപോലെ രാത്രിയുള്ളൊരു മേജർ മീല്, അത് ചോറാണെങ്കിൽ ചോറ്, ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി. ഐഡിയ എന്ന് പറഞ്ഞാൽ 3 മേജർ മീൽസ്. ആ മേജർ മീൽസിൽ നമ്മൾ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ്, ഇപ്പോൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയ ഒരു ഹെൽത്തി മീലായിട്ട് കഴിക്കുക. പക്ഷേ എല്ലാം കുറച്ച് കഴിക്കുക. ആൻഡ് 3 മൈനർ മീൽസ് കഴിക്കുക. അതിൽ കുറച്ച് നട്ട്സ്, ഇപ്പോൾ 8 or 10 കാഷ്നട്ടോ ബദാമോ ഒക്കെ കഴിക്കുക. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ ലെവൽസ് ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്യില്ല. ഇതാണ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ബെസ്റ്റ് ഡയറ്റ്. വിശപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ നീഡാണ്. ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം. നമ്മുടെ ന്യൂട്രീഷണൽ നീഡ്സ് ഷുഡ് ബി മെറ്റ്. പക്ഷേ നമ്മൾ പോർഷൻസ് കുറച്ചായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ ഈ രാവിലെ ഉച്ചയ്ക്ക് നടുവിലൊരു മിഡ് മീൽ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ വാരി വെച്ചിട്ട് കഴിക്കില്ല. അതേപോലെ ലഞ്ചിനും ഡിന്നറിനും ഇടയിൽ കുഞ്ഞു 2 സ്മോളർ മീൽസ് ഉള്ളാകുമ്പോൾ നമ്മൾ രാത്രിയിൽ ഡിന്നർ വലിച്ചു വാരി കഴിക്കില്ല. രാത്രിയിൽ ഇപ്പോൾ 7 മണിക്ക് ഏർലി ഡിന്നർ, സോ 7 മണി 6 മണിയൊക്കെ ഉള്ളിൽ കഴിച്ചാൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ വിൻഡോ ഓഫ് 12 hours. ഒരു 12 hours ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ടെങ്കിൽ ഇപ്പോൾ 14, 16, 18 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 12 hours ഇസ് ഡൂവബിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 40 to 60 minutes ആഴ്ചയിൽ 5 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇതിൽ 3 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ്ങും ബാക്കി 2 ദിവസം എറോബിക് എക്സസൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ ഗ്യാരണ്ടി യു ദാറ്റ് യു വിൽ ലൂസ് വിത്തിൻ 6 months. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് നമുക്കിപ്പോൾ ഒരാഴ്ച നമ്മൾ ഇതൊക്കെ ചെയ്തു, അടുത്ത ആഴ്ച നമ്മൾ ഫോൾ ബാക്ക് ചെയ്തു, കുറേ ഭക്ഷണം കഴിച്ചു, എക്സസൈസ് ചെയ്തില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ആക്ച്വലി നമുക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് തന്നെ തീരുമാനം ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് എടുത്താലും അത് ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ലൈഫിൽ ഈസിലി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങൾക്കൊരു കോംപ്ലക്സിനുള്ളിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ നടക്കുക, അല്ലെങ്കിൽ ഓടാൻ പോവുക, ജോഗ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അവിടെ സ്വിം ചെയ്യുക. സോ ഈസിയസ്റ്റ് ഡൂവബിളായിട്ട് ലൈഫ് ലോങ് കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്യാം. ഇനി കുറച്ച് ആൾക്കാർ ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് തടിച്ചിരിക്കുന്നത്, ഡോക്ടർക്ക് കുറച്ച് മെലിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചു. ഇറ്റ്സ് എ ഫെയർ ക്വസ്റ്റ്യൻ. ഞാൻ ഇത്രയും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എ ഫെയർ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് മെലിയുന്നില്ല എന്നുള്ളത്. എഗെയിൻ ഞാൻ ഡോക്ടറാണെങ്കിലും ഞാനൊരു മദറാണ്,
ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇതേപോലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. കൺസിസ്റ്റൻസിയാണ് എൻ്റെയും പ്രശ്നം. ഞാൻ കുറച്ച് നാൾ ജിമ്മിലൊക്കെ പോവും, വർക്കൗട്ട് ചെയ്യും, ഡയറ്റൊക്കെ നന്നായി നോക്കും. അപ്പം ഞാൻ മെലിയും, ഹെൽത്തി ആയിരിക്കും, എൻ്റെ മെറ്റബോളിക് പാരാമീറ്റേഴ്സൊക്കെ വളരെ കറക്റ്റായിരിക്കും. ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ കുട്ടികൾക്കൊന്നും സുഖമില്ലാണ്ടായി, അവർക്ക് പരീക്ഷ വന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മളെവിടെയും ട്രിപ്പ് പോയി, ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഡയറ്റും കാര്യങ്ങളൊക്കെ തെറ്റുന്നത്. ഇവിടെ ടേക്ക് അവേ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോളർ ഫ്രീക്വൻറ്റ് മീൽസ്, എവറി 2 to 3 hours കഴിക്കുക, ആൻഡ് എക്സസൈസ്, ഒരു 30 to 60 minutes ഓഫ് എക്സസൈസ് 5 days a week. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് പാരാമീറ്റേഴ്സ്, നമ്മുടെ ബോൺ ഹെൽത്ത്, നമ്മുടെ മസിൽ ബിൽഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഡു ദിസ് കൺസിസ്റ്റൻ്റ്ലി ഫോർ എ ഇയർ, I guarantee you that you'll be fitter, healthier, stronger mentally and physically. നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇതിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സോ ഐ തിങ്ക് വി ക്യാൻ ഓൾ സ്റ്റാർട്ട് ഫിറ്റ്നസ് ജേർണി ടുഗെദർ. ഇന്ന് തുടങ്ങിയിട്ട് നമുക്ക് 6 weeks നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഫിറ്റ്നസ് നോക്കിയാലോ. ഇഫ് യു ആർ ഇൻ, ജസ്റ്റ് കമൻറ്റ് ബിലോ.